ലൈഫോളജി ലൈഫ് വയർ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കരിയേഴ്സ് ഇൻ സൈക്കോളജിയാണ്. സൈക്കോളജി എന്ന് പറയുന്ന മേഖലയിൽ ഏതൊക്കെ തരത്തിലുള്ള കരിയറാണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമ്മുടെ lifeology.comന്റെ ലൈഫോമെട്രിക്സ് അസസ്മെന്റുകൾക്ക് ശേഷം ഒരു ഓപ്ഷൻ കിട്ടും, നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റായി മാറാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജി യു ആർ എലിജിബിൾ ടു ബി എ സൈക്കോളജിസ്റ്റ് എന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വന്നു തരുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ സൈക്കോളജി എന്ന് പറയുന്ന ഈ വിഷയം എടുക്കുന്ന ഒരു കുട്ടി ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകും എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ താഴെ ടൈപ്പ് ചെയ്ത് അയക്കാം, അതിനനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ തരാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് ഒന്ന് നോക്കാം, സൈക്കോളജി എങ്ങനെ ഒരു സൈക്കോളജിസ്റ്റായി മാറിടാം. ഇതാണ് ഒന്നാമത് നമ്മൾ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചോദ്യം. സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഡിഗ്രി ഇല്ല, മറിച്ച് സൈക്കോളജി പഠിച്ച് അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും, അത് ഫോർമലി ആകാം ഇൻഫോർമലി ആകാം, ഒരു വ്യക്തിയെ സൈക്കോളജിസ്റ്റ് എന്ന് വിളിക്കാവുന്നതാണ് ഒരു ലാർജർ ആംഗിൾ. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു ഒതന്റിക് പ്രോപ്പർ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് എന്ന രീതിയിൽ വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ആൻഡ് ക്വാളിഫിക്കേഷൻ കോഴ്സിലൂടെ കടന്നു പോയിരിക്കണം. ഉദാഹരണത്തിന് അതിന്റെ ബേസിക് ഡിഗ്രി നോർമലി ആൾക്കാർ എടുക്കുക BA സൈക്കോളജി അല്ലെങ്കിൽ BSc സൈക്കോളജി. ഇപ്പോൾ പുതിയ കാലത്ത് പല രീതിയിലുള്ള വേർഷൻസ് കടന്നു വരുന്നുണ്ട്. BA കൗൺസിലിംഗ് സൈക്കോളജി ഉണ്ട്, BA അപ്ലൈഡ് സൈക്കോളജി ഉണ്ട്, BScയിലുണ്ട് ഈ പറഞ്ഞ കൗൺസിലിംഗ് സൈക്കോളജി. അങ്ങനെ പല സെഗ്മെന്റുകളിലും ആൾക്കാർ വരുന്നുണ്ട്. ഇനി BAക്ക് ശേഷം പൊതുവെ ആൾക്കാർക്ക് പോകാനുള്ള ഓപ്ഷനാണ്, അല്ലെങ്കിൽ BScക്ക് ശേഷം പൊതുവെ ആൾക്കാർക്ക് പോകാനുള്ള ഓപ്ഷനാണ് MSc. ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് വലിയ യൂണിവേഴ്സിറ്റികളിൽ ഇതിന്റെയൊക്കെ അഡ്വാൻസ് ഡിഗ്രികൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തും ഇത് വളരെ കാര്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തിരിച്ചൊരു നക്ഷലിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പ്രൊഫഷണൽ ഡിഗ്രികൾ, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പ്രൊഫഷണൽ ഡിഗ്രി, നോർമൽ ഡിഗ്രിയാണ്. ഇതിൽ BAയും MAയും കഴിഞ്ഞാൽ, അല്ലെങ്കിൽ BScയും MScയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒരുപാട് സ്ഥലങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഒന്നാമതായിട്ട് പറയാവുന്നത് സ്കൂളുകളിൽ, ഇന്ത്യക്കും പുറത്തും സ്കൂളുകളിൽ ഇനി ഗവൺമെന്റ് ഭാവിയിലും ഒരു നിയമം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റിനെ കുറിച്ചിട്ടാണ്. ഭാവിയിലും ഒരു നിയമം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. സ്കൂളുകളിൽ ചൈൽഡ് സൈക്കോളജിസ്റ്റ്, ഒരു സ്കൂളിന്റെ ഉള്ളിൽ കുട്ടികൾക്ക് വരുന്ന മാനസിക സംഘർഷങ്ങൾ, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങളെ ദൂരീകരിക്കാനോ അല്ലെങ്കിൽ ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു പർട്ടിക്കുലർ സെറ്റിംഗ് അതിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സ്കൂളിലെ ഒരു സൈക്കോളജിസ്റ്റ്, ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഉണ്ടാകണം എന്നുള്ള നിയമം വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE പോലുള്ള രാജ്യങ്ങളിൽ അവിടെ നിർബന്ധമായിട്ടും അവിടെ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഉണ്ടാകണം. ഒരു പ്രാക്ടീഷണർ സൈക്കോളജിസ്റ്റ് തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ് അവിടുത്തെ KHDA അനുമാനിക്കുന്നത്, അല്ലെങ്കിൽ KHDA പറയുന്നത്. ഇതിൽ ഇനി ഈ സ്കൂളിന്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ഇതുവരെ പറഞ്ഞത് നോർമൽ സ്കൂളിനെ കുറിച്ചിട്ടാണ്. ഈ നോർമൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. ഇനി ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഉണ്ട്. നമുക്കറിയാം മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾ, അത് പല രീതിയിലാകാം, പല ഡിഗ്രിയിലാകാം, പല ഇന്റൻസിറ്റിയിലാകാം. ഇത് ഒരു സൂപ്പർ സ്പെഷ്യലൈസേഷൻ ഭാഗമാണ്, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന സമയത്ത്, അതായത് MA MSc പോലുള്ള കോഴ്സുകൾ പഠിക്കുന്ന സമയത്ത് ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന, ഒരുപക്ഷെ പോസ്റ്റ് ഗ്രാജുവേഷൻ ശേഷവും പല സൂപ്പർ സ്പെഷ്യലൈസേഷന് പോകുന്ന ആൾക്കാരുണ്ട്. സൈക്കോളജി ഒരുപാട് വലിയ മേഖലകളാണ്. സൈക്കോളജിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ചിന്താധാരയാണെന്നാണ് പറയുന്നത്, ഫസ്റ്റ് ബീയിങ് ഫിലോസഫി. ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അങ്ങനെയുള്ള മെന്റലി ശകല ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡ്സിൽ വേണ്ടുന്ന ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് നമുക്ക് പറയാം, മെന്റലി ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന കാറ്റഗറിപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേക സൂപ്പർ സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ എടുത്ത് അതിൽ ക്വാളിഫിക്കേഷൻ കിട്ടി അതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന, അങ്ങനത്തെ സ്കൂളുകളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്ത മൂന്നാമത്തേത് പറയുന്ന ചൈൽഡ് സൈക്കോളജി തന്നെ ഹോസ്പിറ്റലുകളിലുണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കിംസിൽ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. അവർ ചെയ്യുന്നത് എന്താണ്, പെർട്ടിക്കുലർ നീഡിനെ മാത്രം അഡ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് ചില ബുദ്ധിമുട്ടുകളായിട്ടുള്ള ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ ദൂരീകരിക്കാനും അതിനെ ഐഡന്റിഫൈ ചെയ്യാനും അവർക്ക് അവരുടേതായ രീതിയിൽ അസസ്മെന്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് പീരിയോഡിക്കൽ ആയിട്ടുള്ള തെറാപ്പികൾ കൊടുക്കും. അതിനാണ് നമ്മൾ ടെക്നിക്കലി പറയുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആകാം, അല്ലെങ്കിൽ ലേണിംഗ് തെറാപ്പീസ് ആകാം. അതൊക്കെ കൊടുക്കുന്ന ഒരു സർവീസ് കൊടുക്കുന്നതാണ് ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്നത്. അപ്പൊ ചൈൽഡ് സൈക്കോളജിയിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ കുറെ മേഖലകളാണ് നിലനിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ ഒന്ന് രണ്ടെണ്ണം ശ്രദ്ധിക്കുകയായിരുന്നു. ഹൗ ക്യാൻ ഐ ബിക്കം എ സൈക്കോളജിസ്റ്റ്? ഓക്കെ, ഫൈൻ. ഇത് ഞാൻ പറഞ്ഞു, ഒരിക്കലും സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ഇത് പേഴ്സണൽ ആയിട്ട് വന്നിരിക്കുന്നതാണ്. ദയവായി നോർമൽ lifeology.com കിട്ടാൻ എല്ലാവർക്കും ആ ചോദ്യം കിട്ടും. നിങ്ങൾ ഇവിടെ തന്നെ ചോദ്യം അയച്ചാൽ മതി. സൈക്കോളജിസ്റ്റ് ആകുന്നതിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞു, പ്രൊഫഷണൽ ഡിഗ്രിയോട് കൂടി പുറത്തിറങ്ങുന്ന ആൾക്കാരാണ് പൊതുവെ സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് ഒരു പ്രൊഫഷണലി പറയാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല
ഇന്ത്യയിൽ ഒരുപാട് കൗൺസിൽസ് ഉണ്ട്. അതായത് ഉദാഹരണം പറഞ്ഞാൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, RCI അംഗീകാരത്തോടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ എത്തിക്സിനും പ്രോട്ടോക്കോളിനും അനുസരിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് അംഗീകൃത ഒരു സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയാം, ഒരു രജിസ്റ്റേർഡ് സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയാം. ഇനി അതില്ലാതെ നിംഹാൻസിന്റെ ബാംഗ്ലൂരിലുള്ള നിംഹാൻസ് എന്ന ഡിഗ്രികൾ എടുത്തിറങ്ങുന്ന ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനും അവരെയും പറയാൻ പറ്റും, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ പറയാൻ പറ്റും. ഇനി തുടങ്ങി ഒരുപാട് മേഖലകളുണ്ട്. അതുകൊണ്ട് സൈക്കോളജിസ്റ്റ് ആകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പ്രൊഫഷണലി ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റ് ഇപ്രകാരമാണ് ആയി തരാൻ സാധിക്കുക. ഇല്ലെങ്കിൽ സൈക്കോളജി ആഴത്തിൽ പഠിക്കാൻ താല്പര്യമുള്ള വ്യക്തികളെ എല്ലാവരെയും നമുക്ക് സൈക്കോളജിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റും. പക്ഷേ ഒരു ലാർജർ കോണ്ടെക്സ്റ്റിൽ ഇതിനെ പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ് ആവണമെങ്കിൽ ഈ പറയുന്ന റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയോ അല്ലെങ്കിൽ നിംഹാൻസ് പോലുള്ള സ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ അതുപോലെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഇന്റർനാഷണൽ ബോഡീസ് ഉണ്ട്, നാഷണൽ ബോഡീസ് ഉണ്ട്. ഇവരുടെയൊക്കെ രജിസ്ട്രേഡ് സൈക്കോളജിസ്റ്റ് ആകുമ്പോഴാണ് പൂർണ്ണമായിട്ടും ഒരു ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റ് എന്ന് പറയാൻ പറ്റും. ഞാൻ തിരിച്ച് ടോപ്പിക്കിലോട്ട് തിരിച്ചു വന്നാൽ ഇത് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖല: 1 സ്കൂളുകൾ, 2 സ്പെഷ്യൽ നീഡ്സ് വേണ്ടുന്ന കുട്ടികൾ വർക്ക് ചെയ്യുന്ന പഠിക്കുന്ന സ്കൂളുകൾ, 3 ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ. ഇതിനൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ഇതൊക്കെ ഒരു ഭാഗത്താണെങ്കിൽ രണ്ടാമത് പറയാൻ പറ്റുന്ന എഡ്യൂക്കേഷൻ സൈക്കോളജി ഉണ്ട്. അത് ചൈൽഡ് സൈക്കോളജി, ഇനി എഡ്യൂക്കേഷൻ സൈക്കോളജി. നമ്മുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന സൈക്കോളജിസ്റ്റുകളാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഒരു പർട്ടിക്കുലർ കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളിൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണോ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 10ാം ക്ലാസ്സുകാരന്റെ ഇൻഫർമേഷൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് പഠിക്കാൻ പറ്റിക്കൊള്ളുന്ന നിർബന്ധമില്ല. റൈറ്റ് ലോഡാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. കൃത്യമായിട്ട് എന്ത് ട്രാൻസ്ഫോർമേഷനാണ് ഈ 5ാം ക്ലാസ്സുകാരിൽ പ്രതീക്ഷിക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഡെലിവറി ആ കരിക്കുലത്തിന് നൽകാൻ സാധിക്കുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും പൊതുവെ ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റുകൾ കൂടുതൽ നോക്കുക. പിന്നെ അത് തന്നെ വീണ്ടും ഉണ്ട്. ഇപ്പോൾ നോർമൽ കരിക്കുലം ഡെവലപ്മെന്റിലുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിലും. അങ്ങനെ സ്പെഷ്യൽ നീഡ്സിലെ കുട്ടികളെ പ്രത്യേകം ട്രെയിൻ ചെയ്യാനുള്ള കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈക്കോളജിയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ് പൊതുവെ ഒരു ബാക്ക് ആൻഡ് പ്ലേയേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ബാക്ക് ആൻഡ് പ്ലേയേഴ്സ് ആണ്. ഇതാരും ഫ്രണ്ട് എൻഡിലോട്ട് വരുന്നില്ല. ഇതിന്റെ ഡെവലപ്മെന്റ് ആയിരിക്കും. ഉദാഹരണത്തിന് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എന്ന് പറയുന്ന സംഗതി. എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടത്? ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ നോളജ് അവരിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. നോളജ് ആയിരിക്കും, ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, സ്കില്ലായിരിക്കും. ഈ 3 ഘടകങ്ങളെ എങ്ങനെയാണ് പ്രോപ്പർലി ട്രാൻസ്ഫോം ചെയ്യേണ്ടത് എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നവരാണ് ഇൻസ്ട്രക്ഷൻ ഡിസൈനർ എന്ന് പറയുന്നത്. അതൊക്കെ ഈ പറഞ്ഞ കരിക്കുലം ഡെവലപ്മെന്റിലും പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. ഇനി നമ്മളെല്ലാവരും സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജർ ഡയമെൻഷനിൽ കാണുന്ന ഒരു സംഗതിയുണ്ട്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. എല്ലാവരും ആദ്യം വന്ന് ചോദിക്കുന്നത് നിങ്ങൾ കൗൺസിൽ ചെയ്യുമെന്ന് ചോദിക്കുന്നത്. ഞാൻ സൈക്കോളജിസ്റ്റ് ആണെന്നുള്ളൊരു പലപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആണോ, എന്നെ ഒന്ന് കൗൺസിൽ ചെയ്യൂ, അല്ലെങ്കിൽ എനിക്ക് പരിചയമാണ്, നിങ്ങൾ കൗൺസിലിംഗ് നിങ്ങൾ എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? പൊതുവെ നമ്മുടെ നാട്ടിലുമൊക്കെ ഒരുപാട് ആൾക്കാർ കരുതിയിരിക്കുന്നത് സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗിന് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. കൗൺസിലിംഗ് സൈക്കോളജി ഒരു വലിയൊരു മേഖലയാണ്. ഒരുപാട് ആൾക്കാർ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ മാർക്കറ്റിലോട്ട് കടന്നു വന്നു കഴിയുമ്പോൾ ഒരു ലാർജർ ആംഗിളിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും BSc കൗൺസിലിംഗ് സൈക്കോളജി, MSc കൗൺസിലിംഗ് സൈക്കോളജി തുടങ്ങിയ കോഴ്സുകൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ കൗൺസിലിംഗ് സൈക്കോളജി ആണ് പല മേഖലകളുണ്ട്. ഇപ്പൊ മാരിറ്റൽ കൗൺസിലിംഗ്, ഹസ്ബൻഡ് വൈഫ് റിലേഷന്റെ ഇടയിൽ സംസാരിക്കാൻ വരുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന. ഇനി ഇന്റർമീഡിയറ്റ് എന്നുള്ള പദങ്ങളൊക്കെ ചിലപ്പോൾ കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കാം. പ്യൂർ സൈക്കോളജിസ്റ്റിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിയാകാം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇനി കുട്ടിക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ അത് ഏത് മേഖലയിലേക്കോട്ടെ, കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ ചൈൽഡ് സൈക്കോളജിസ്റ്റ് തന്നെ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ചൈൽഡ് സൈക്കോളജിയുടെ വേറൊരു വേർഷനാണ് കൗൺസിലിംഗ്. അത് പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുന്ന മേഖലയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തിരിച്ച് നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടും വർക്ക് ചെയ്യാം, ഏതെങ്കിലും ഒരു സ്ഥാപനം രജിസ്റ്റേർഡ് ഓർഗനൈസേഷന്റെ കീഴിലും വർക്ക് ചെയ്യാൻ പറ്റും. ഒരു കൗൺസിലറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൈൽഡ് സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. ഇനി അതിൽ തന്നെ വീണ്ടും നെക്സ്റ്റ് സ്റ്റേജിലോട്ട് വന്നാൽ അഡോളസെന്റ് സൈക്കോളജിസ്റ്റ് ഒരു വലിയ മാർക്കറ്റാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആയിട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് ഏരിയ. ഞാൻ മാർക്കറ്റ് എന്നുള്ള പറഞ്ഞ് ഞാൻ പിൻവലിക്കുന്നു. മറ്റൊരു ഹ്യൂജ് ഏരിയ ആണ്. ഏറ്റവും അധികം കുട്ടികൾ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു പീരീഡാണ് അഡോളസൻസ് പീരീഡ്. കാരണം കൊച്ചു കുട്ടികളിൽ നിന്നും ഒരു പുരുഷനിലോട്ടോ അല്ലെങ്കിൽ ഒരു സ്ത്രീയിലോട്ടുള്ള ഒരു പരിണാമം സംഭവിക്കുന്ന ആ സമയത്തുണ്ടാകുന്ന ഒരുപാട് ചേഞ്ചസ്, ബയോളജിക്കൽ ചേഞ്ചസ്, പിന്നെ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരുപാട് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകാം, കുറെ ഹൈജീൻ പ്രോബ്ലംസ് ഉണ്ടാകാം, തുടങ്ങി ഒരുപാട് സംഗതികൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് ഈ പറയുന്ന അഡോളസന്റ് ഏജ്. ഈ അഡോളസന്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഇന്നുണ്ട്. പ്രാക്ടീഷണർ ആയിട്ടാണെങ്കിലും ശരി, വെൽ പെയ്ഡും ആണ് കേട്ടോ. ഇനി പ്രാക്ടീഷണർ ആയിട്ടാണെങ്കിലും ശരി, ഇനി അതല്ല ഏതെങ്കിലും സ്ഥാപനത്തിലൂടെ വർക്ക് ചെയ്യുകയാണെങ്കിലും ശരി, അഡോളസന്റ് സൈക്കോളജിസ്റ്റിന് അഡോളസന്റ് എന്ന് പറഞ്ഞാൽ 12 മുതൽ 18 വരെ എന്നാണ് പറയുക, അല്ലെങ്കിൽ 11 മുതൽ 18 വരെ എന്നാണ് പറയുക. ഹൗഎവർ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ഏജ് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. കാരണം ബിക്കോസ് ഓഫ് മെനി റീസൺസ്.
അതൊരു 22 വയസ്സ് വരെയുള്ള ആൾക്കാരെ കൂടി ഇപ്പോൾ അഡോളസെന്റ് സൈക്കോളജി അല്ലെങ്കിൽ ലേറ്റ് എയർലി അഡൽട്ട്ഹുഡ് സൈക്കോളജിസ്റ്റിനെയും അഡോളസെന്റ് സൈക്കോളജിയുടെ കാറ്റഗറി പെടുന്നുണ്ട്. നെക്സ്റ്റ് പിന്നെ ഒരു ലാർജ് ഏരിയ ആണ് അഡൽട്ട് സൈക്കോളജിസ്റ്റ് എന്ന് പറയും. ഇപ്പൊ പുതിയൊരു മേഖല, പുതിയതെന്ന് പറയാൻ പറ്റില്ല, ഒരുപക്ഷെ പണ്ടും ഉണ്ടായിരുന്നതാണ്, പക്ഷെ പ്രാവീണ്യം അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കോൾഡ് ജെറിയാട്രിക് കൗൺസിലിംഗ്. ഈ പ്രായമുള്ള ആൾക്കാരുടെ കൗൺസിലിംഗ്, അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളിൽ നിന്ന് അവരെ സഹായിക്കുക, അതിന് എന്തുതരം റെമഡിയാണ് കൊടുക്കുക. ഇവരാരും മെഡിസിൻ കൊടുക്കുന്നവരല്ല. ഐ റിപ്പീറ്റ്, ഇതാണ് പലപ്പോഴും പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്ന ഒരു സംഗതിയുണ്ട്. മെഡിസിൻ തരുമോ? ഇവരാരെങ്കിലും മെഡിസിൻസ് കൊടുക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. നിങ്ങൾ എന്ത് മെഡിസിൻ ആണ് കൊടുക്കുക? മെഡിസിൻ കൊടുക്കുന്നയാൾ MBBS എന്ന മെഡിക്കൽ ഡിഗ്രിയുടെ ഇനിഷ്യൽ സ്റ്റേജ് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ MD ഇൻ സൈക്യാട്രി തുടങ്ങിയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് സൈക്യാട്രി കഴിയുന്ന ആൾക്കാർക്കാണ് മെഡിസിൻ കൊടുക്കാനുള്ള റൈറ്റ് ഉള്ളൂ. അങ്ങേര് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ആളുടെ അടുത്ത് മാത്രമേ നിങ്ങൾ മരുന്ന് സ്വീകരിക്കാനും പാടുള്ളൂ. അല്ലാതെ ഈ പറയുന്ന സൈക്യാട്രിക് മെഡിസിൻസോ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് മെഡിസിൻസ് ഒരു കാരണവശാലും അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളല്ലാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നെവർ ടേക്ക് സച്ച് കൈൻഡ് ഓഫ് മെഡിസിൻ. ഇത് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് സൈക്യാട്രിസ്റ്റ് ഈസ് എ മെഡിക്കൽ പ്രാക്ടീഷണർ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ സൈക്യാട്രിക് റിലേറ്റഡ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് മെഡിസിൻ കൊടുക്കുന്നതാണ് സൈക്യാട്രിസ്റ്റ്. ആൻഡ് കൗൺസിലർ ഈസ് നോട്ട് ആൻഡ് നെവർ a medical practitioner. A psychiatrist can be a counselor, but a counselor cannot be, not necessary. പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലർക്ക് ഒരിക്കലും മെഡിസിൻ കൊടുക്കാനുള്ള ഒരു റൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് സജസ്റ്റ് ചെയ്യാൻ പോലും ഇല്ല. മെഡിക്കലി അദ്ദേഹം പഠിക്കുന്ന വെറും തിയറിറ്റിക്കലി മാത്രമാണ്. സോ കൗൺസിലർ കനോട്ട് ഗീവ് മെഡിസിൻ. തിരിച്ചു വന്നാൽ ജെറിയാട്രിക് കൗൺസിലിംഗിന്റെ കാര്യം പറഞ്ഞു. ഇനി അഡൽട്ട് കൗൺസിലിംഗിന്റെ കാര്യം പറഞ്ഞു. കൗൺസിലിംഗ് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ കൗൺസിലിംഗ്സ് ഉണ്ട്. ഇൻഡസ്ട്രിക്കുള്ളിൽ ആൾക്കാർ അനുഭവിക്കുന്ന മാനസിക, അതിന് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയും. ഓർഗനൈസേഷൻ ബിഹേവിയറൽ സൈക്കോളജിസ്റ്റ്. ഓർഗനൈസേഷൻ ബിഹേവിയർ പഠിച്ച് അതിൽ തന്നെ വീണ്ടും കൗൺസിലിംഗിലും കൂടെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റ്. മിക്കവാറും വെൽഫെയർ ഓഫീസറിന്റെ കീഴിലായിരിക്കും ആ കൗൺസിലർ വർക്ക് ചെയ്യുക. ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു അടുത്തത് രസകരമായിട്ടുള്ള സംഭവമാണ് ക്രിമിനൽ ഫോറൻസിക് സൈക്കോളജി എന്ന് പറയും. ഈ ക്രിമിനൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈക്കോളജി. കേൾക്കാനൊക്കെ വലിയ രസമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക ജോലിയായിട്ടുള്ള പോസ്റ്റുകളൊക്കെ പോലീസിലൊക്കെ 1 2 ഉള്ളൂ. പാൻ കേരള 1 2 ആളെ കാണുള്ളൂ. അപ്പൊ ക്രിമിനൽ സൈക്കോളജി പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു ഫണ്ടിന് വേണമെങ്കിൽ പഠിക്കാം. പക്ഷെ പ്രൊഡക്റ്റീവ്ലി അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ കേരളത്തിലെ ഒരു ജോലിയായിട്ട് ഫോറൻസിക് സൈക്കോളജി എടുക്കാൻ പറ്റുമോ? ഐ സീരിയസ്ലി ഡൗട്ട്. അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടിരിക്കുന്ന ഫോറൻസിക് സൈക്കോളജിയുടെ അല്ലെങ്കിൽ ഫോറൻസിക് സൈക്കോളജി എടുക്കുന്നവരെല്ലാം തന്നെ കൂടുതലും അതിനൊരു ഫണ്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും. ആരും അതിനകത്ത് ഒരു പ്രൈമറി സ്പെഷ്യലൈസേഷൻ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിൽ ഈ ഫോറൻസിക് സൈക്കോളജിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഇപ്പം അവിടുത്തെ പോലീസിനകത്തൊക്കെ ഒത്തിരി ഫോറൻസിക് സൈക്കോളജിസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ ക്വസ്റ്റ്യൻസിന് ഞാൻ ഉത്തരം തരുന്നതായിരിക്കും. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻ പ്ലീസ് ആസ്ക് ദ ക്വസ്റ്റ്യൻ. റൈറ്റ്, ബാക്ക് ടു ദിസ്. ഇപ്പം നേരത്തെ പറഞ്ഞത് ഞാൻ ക്രിമിനൽ ആൻഡ് ഫോറൻസിക് സൈക്കോളജിയാണ്. ഇനി അടുത്തത് മറ്റൊരു മേഖലയാണ് ഓർഗനൈസേഷണൽ ബിഹേവിയറിന്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റിന്റെ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജിയുടെ ഒരു വകഭേദമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദി കൺസ്യൂമർ സൈക്കോളജി. എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു പരസ്യം ചെയ്യേണ്ടത്. പലപ്പോഴും നമുക്കറിയാം ചില പരസ്യങ്ങളൊക്കെ നമുക്ക് കേട്ട് കഴിയുമ്പോൾ നമ്മൾ സട്ടലി അതിനോട് വളരെ അട്രാക്ട് ആവും. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടെ ഡിസൈൻ ചെയ്തെടുക്കുന്ന ഈ അഡ്വർടൈസ്മെന്റ്സ് എല്ലാം വളരെ വല്ലാതെ വൈറലായി മാറാറുണ്ട്. ഇതൊരു വലിയൊരു മേഖലയാണ് അഡ്വർടൈസ്മെന്റ് സൈക്കോളജി. പിന്നെ മാർക്കറ്റിംഗ് അത് വലിയൊരു സംഗതിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൺസ്യൂമർ സൈക്കോളജി ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചെയ്യുന്ന അതാണ് കൺസ്യൂമർ സൈക്കോളജിയുടെ ഒരു ലാർജർ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി വീണ്ടും തിരിച്ചു പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സൈക്കോളജി. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റലിന്റെ ഉള്ളിലും സ്കൂളിന്റെ ഉള്ളിലും ഫംഗ്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഇൻഡസ്ട്രിക്കുള്ളിൽ വർക്ക് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് മിക്കവാറും ഇത് വെൽഫെയർ ഓഫീസറിന്റെ കീഴിലോ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലോ ഇന്റേണലി പെർമനന്റ് പോസ്റ്റുകളുള്ള ഓർഗനൈസേഷൻസും ഉണ്ട്. നിയമപരമായിട്ട് വേണമെന്ന് പറയുന്ന ചില മേഖലകളുണ്ട്. എസ്പെഷ്യലി മൈനിങ്, അതിലൊക്കെ തീർച്ചയായിട്ടും ഒരു പെർമനന്റ് സൈക്കോളജിസ്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ട്. കാരണം ഒരുപാട് സ്ട്രെസ് ഉള്ള ജോലികൾ ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആയതുകൊണ്ട് തന്നെ ബൈ മാൻഡേറ്റ് ബൈ റൂൾ അത് കൊണ്ടുവരുന്നുണ്ട് പല മൈനുകളിലും. മറ്റു പല മേഖലകളിലും ഉണ്ട്. നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഇസ് എ വെരി ലാർജ് സൈക്കോളജി, ഒരു വലിയൊരു മേഖലയാണ്. ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റിന് ഒരുപാട് ഇന്ന് പഴയതുപോലെയല്ല, ഇന്നിപ്പോൾ ഒരുപാട് റോളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സിൽ വർക്ക് ചെയ്യാനായിട്ട് ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്നുണ്ട്. MSc കഴിഞ്ഞ ആൾക്കാർ
MSc അല്ലെങ്കിൽ MA പോലുള്ള കോഴ്സുകൾ കഴിഞ്ഞ ആൾക്കാർ ഒരുപാട് പേര് ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് പ്രൊജക്ട് മാനേജ്മെന്റിലുണ്ടാകാം, അല്ലെങ്കിൽ പീപ്പിൾ മാനേജ്മെന്റ് പ്രൊജക്ട് മാനേജ്മെന്റ് പീപ്പിൾ മാനേജ്മെന്റിലുണ്ടാകും, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ടാകും. ഇവർ ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റുകൾ ഒരുപാട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റോട് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ഏരിയ ഇന്ന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഹയറിംഗ് ആൻഡ് ഫയറിംഗ് എന്ന പ്രോസസ്. ഇപ്പൊ ഹയർ ചെയ്യുമ്പോൾ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സംഭവം, റിക്രൂട്ട്മെന്റിൽ ഇപ്പോൾ അറിയാം, ഇപ്പോൾ നല്ല കമ്പനികളെല്ലാം ഒരു സൈക്കോമെട്രിക് അസസ്മെന്റ്സ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ലൈഫോളജിയിൽ ഉപയോഗിക്കുന്ന പല ടൂളുകളിലും വളരെ പവർഫുൾ ആയിട്ടുള്ള സൈക്കോമെട്രിക് അസസ്മെന്റുകളാണ് ഇത്. ഇവയെല്ലാം തന്നെ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കാൻ പറ്റും. എല്ലാ ജോലിക്കും ഒരു ബിഹേവിയർ ഉണ്ട്. ഈ ബിഹേവിയറും ഈ വ്യക്തിയുടെ ബിഹേവിയറും, അതായത് ബിഹേവിയറൽ എബിലിറ്റി ആൻഡ് ദി ഓർഗനൈസേഷൻ, ആ പെർട്ടിക്കുലർ പോസ്റ്റിനുള്ള ആ ബിഹേവിയറൽ എബിലിറ്റിയും രണ്ടും അലൈൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇയാളുടെ പ്രൊഡക്ടിവിറ്റി വളരെയധികം കൂടും. അത് കൂടുതൽ വേറൊരു ആംഗിളിൽ പറഞ്ഞാൽ അയാളുടെ പാഷൻ എന്താണ് യഥാർത്ഥത്തിൽ, ആ പാഷനുള്ള, അതായത് ഒരു ജോലിക്ക് വേണ്ടുന്ന പാഷനുള്ള വ്യക്തിയാണോ എന്ന് കണ്ടെത്തുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി. അപ്പൊ റിക്രൂട്ട്മെന്റിൽ കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ് അസസ്മെന്റ്, ഒരു വ്യക്തി ഇപ്പോൾ ഒരു കറണ്ട് വർക്ക് ചെയ്ത ഓർഗനൈസേഷൻ അയാളുടെ പെർഫോമൻസ് അത് അസസ് ചെയ്യാനുള്ള ഒരു കുറെ ടൂളുകൾ ഡെവലപ്പ് ചെയ്യുക, സൈക്കോമെട്രിക് അസസ്മെന്റുകൾ ഉണ്ടാക്കുക. ഇപ്പൊ ലൈഫോളജിയിലാണെങ്കിൽ ലൈഫോമെട്രിക് അസസ്മെന്റ്സ് ഉണ്ട്. ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക മാത്രമല്ല അഡ്മിനിസ്റ്റർ ചെയ്യുക, അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റ്. പിന്നെ പല സെഗ്മെന്റ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ്, മോട്ടിവേഷൻ കൊടുക്കുക, ആൾക്കാരുടെ മെന്റലി ഡൗൺ ആണെങ്കിൽ ഇവർക്ക് പ്രൊഡക്ടിവിറ്റി കൂടാൻ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റ്. ഇനിയിപ്പോൾ ഇനി വരാൻ പോകുന്ന ഭാവിയിലോ ഇന്നും നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗ്ലാമറസ് എന്ന് പറയാം, വേറെ ആംഗിളിൽ പറഞ്ഞാൽ ഫ്രം അവർ സൈഡ്, വിച്ച് ഇസ് കോൾഡ് സ്പോർട്സ് സൈക്കോളജി. ഇപ്പൊ ഇന്ത്യൻ ടീമിന് ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സൈക്കോളജിസ്റ്റിനൊക്കെ ഒരു നന്ദി പറയുകയുണ്ടായി. ആ നന്ദി പറഞ്ഞത് ഒരിക്കലും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനല്ല, അത് സ്പോർട്സ് സൈക്കോളജിസ്റ്റിനാണ്. സ്പോർട്സ് കളിക്കുന്ന അല്ലെങ്കിൽ പ്ലേയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, പ്രശസ്തമായിട്ടുള്ള എല്ലാ ടീമുകൾക്കും ഒരു കൊച്ചു സൈക്കോളജി വിങ് ഉണ്ടാകും, ഒരു സൈക്കോളജി ടീം ഉണ്ടാകാം. അപ്പൊ ഈ സൈക്കോളജി ടീമിനെ ഹെഡ് ചെയ്യുന്നതെല്ലാം അല്ലെങ്കിൽ അതിലുള്ളതെല്ലാം തന്നെ സൈക്കോളജിസ്റ്റുകളായിരിക്കും. ഇവരാണ് ഇവർക്കുണ്ടാകുന്ന, ഇപ്പൊ കളി തോറ്റുപോയി, അപ്പം നിരാശ വന്നേക്കാം, എന്നാൽ പിറ്റേ ദിവസം ചിലപ്പോൾ അടുത്ത കളി ഉണ്ടാകാം. അപ്പൊ ആ സ്ട്രെസ്സിൽ നിന്നും ആ പെയിനിൽ നിന്നും തിരിച്ച് വീണ്ടും, ഇത് സൈക്കോളജിയിൽ പറയുന്നത് കില്ലർ ഇൻസ്റ്റിങ് എന്നാണ് പറയുന്നത്. പ്ലെയറിന് വേണ്ട സംഭവമാണ് കില്ലർ ഇൻസ്റ്റിങ്. അപ്പൊ കില്ലർ ഇൻസ്റ്റിങ് ഒക്കെ വീണ്ടും ഉണ്ടാക്കി കൊണ്ടുവരിക, അവർക്കുണ്ടാകുന്ന വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചിലപ്പോൾ കോർട്ടിൽ കിടന്ന് ചിലപ്പോൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടാകാം, ഇതിന്റെ എല്ലാത്തിനും ഹാങ് ഓവർ കൊണ്ട് പിറ്റേ ദിവസം കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞാലും ഇയാളുടെ കളിയോ അല്ലെങ്കിൽ ഇയാളുടെ ഗെയിം ആക്ടിവിറ്റി ഒന്നും ചിലപ്പോൾ ഭംഗിയായിക്കൊണ്ട് നിർബന്ധമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് സപ്പോർട്ട് കൊടുക്കുന്നതാണ് സ്പോർട്സ് സൈക്കോളജിസ്റ്റ്. ഒരു വലിയൊരു മേഖലയാണ് ഇന്ന് ഒരുപാട്. ഇപ്പൊ IPL എല്ലാ ടീമിനും ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫുട്ബോൾ ലീഗ് നടക്കുന്നുണ്ട്, ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുന്നുണ്ട്, ഇതിനും ആ ടീമിന് ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് ഇന്ത്യയിൽ അത്ര കണ്ട് വിജയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്പോർട്സ് സൈക്കോളജിസ്റ്റുകൾക്ക് ഒരു റേഞ്ചിനപ്പുറം പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പരിമിതികളായിരിക്കും. ഇതിനൊക്കെ കൂടുതൽ കോഴ്സുകൾ ഞാൻ കണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. അപ്പം സ്പോർട്സ് സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, കൺസ്യൂമർ സൈക്കോളജി, ക്രിമിനൽ ആൻഡ് ഫോറൻസിക് സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി ആൻഡ് ചൈൽഡ് സൈക്കോളജി. അപ്പൊ ഇങ്ങനെ കുറച്ച് മേഖലകൾ മാത്രമാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. പിന്നെ ഹെൽത്ത് സൈക്കോളജി എന്നൊരു വിങ് ഉണ്ട്. ഹെൽത്ത് സൈക്കോളജി ഇസ് മോർ റിലേറ്റഡ് ടു ഹൗ ടു മെയിൻറ്റെയിൻ എ ബെറ്റർ ഹെൽത്ത്, ഫിസിക്കലി എങ്ങനെ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളത് പഠിക്കുക, അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. എനിക്കൊന്നും ഒരു പക്ഷേ ഹോസ്പിറ്റലിലും ഇവരുടെ സഹായങ്ങൾ ഒരുപാട് വേണ്ടി വരുന്നുണ്ട്. സോ ഇത്രയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് വ്യൂവേഴ്സിന് വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷനിൽ നിന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഐ വിൽ വെയിറ്റ് ഫോർ ഫ്യൂ സെക്കൻഡ്സ്. വീണ്ടും നാളെ ഒരു ടോപ്പിക്കുമായി നമുക്ക് ഒത്തുചേരാം. ഇതുവരെ നിങ്ങൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. lifeology.com ലൈഫ് സീരീസ് ലൈവ് പ്രോഗ്രാം നാളെയും തുടരുന്നതായിരിക്കും 8 മണിക്ക് ഇതേ സമയം. നമ്മൾ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി, പുതിയൊരു കരിയർ വിശേഷവുമായി എത്തുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.